ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതോടെ ബിൽ നിയമമായി. ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത്. ബിൽ അംഗീകരിക്കരുതെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡും മുസ്ലിം ലീഗും രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ ഈ ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത്. അതേസമയം പ്രത്യേക വിജ്ഞാപനത്തിലൂടെ നിയമം പ്രാബല്യത്തിലാകുന്ന തീയതി പ്രഖ്യാപിക്കും. ശേഷം നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പുറത്തിറക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളും വഖഫ് ബിൽ പാസാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയച്ചത്. വ്യാഴാഴ്ച മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് ബിൽ ലോക്സഭയിൽ പാസായത്. ലോക്സഭയിൽ ബില്ലിനെ അനുകൂലിച്ച് 288 അംഗങ്ങൾ വോട്ട് ചെയ്തപ്പോൾ 232 അംഗങ്ങൾ എതിർത്തു. 128 പേരാണ് രാജ്യസഭയിൽ ബില്ലിനെ അനുകൂലിച്ചത്. 95 പേർ എതിർക്കുകയും ചെയ്തു. വെള്ളിയാഴ്ചയാണ് ബിൽ രാജ്യസഭയിൽ പാസായത്. അതേസമയം വഖഫ് ബിൽ നിയമമായതോടെ ഭേദഗതിക്കെതിരായ പ്രതിഷേധവും ശക്തമാവുകയാണ്. പ്രതിഷേധം രാജ്യവ്യാപകമാക്കാൻ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് തീരുമാനിച്ചു. മലപ്പുറം, ദില്ലി, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ, വിജയവാഡ, പട്ന, റാഞ്ചി, മലയർകോട്ട്ല, ലഖ്നൌ എന്നിവിടങ്ങളിൽ പ്രതിഷേധം നടത്താനാണ് തീരുമാനം. JNU സർവകലാശാലയിൽ ഇന്ന് പ്രതിഷേധം നടക്കും. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.